അത് പിന്നെ സാർ കുട്ടിയുടെ വരെയൊക്കെ കോഫി. ജാങ്കോ, നീ അറിഞ്ഞോ ഞാൻ പെട്ട്? അതെ അതെ, ഞാനും കൂടെ പെട്ട്. എന്നാടി ചെയ്യാ? അയ്യോ, കുടിച്ചില്ലേ കാട്ടുമല പച്ചക്ക് കത്തിക്കുന്നു തോന്നുന്നു. മോളെ കിച്ചു, കുടിക്കുന്നതാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവോടി നമ്മൾ എന്തോ പണിക്ക് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് കുടിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്ത് പറ്റി? ഉപ്പ് കുറഞ്ഞു പോയോ അതോ കൂടിപ്പോയോ? സാർ എന്തായി പറയുന്ന? ഉപ്പോ? ഉപ്പൊന്നും ഞങ്ങൾ ഇതിലില്ല സാറിന് എന്താ? നീയൊക്കെ ഉപ്പ് വാങ്ങിച്ചത് തൊട്ട് കോഫിക്കകത്തിട്ട് കലക്കിയത് വരെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല. അപ്പൊ വിഷ്ണു, ഞങ്ങൾ അങ്ങോട്ട് പോവാം. മിസ്സിസ് കൃഷ്ണേന്ദു, വാ നമുക്ക് പോവാം. ഞാൻ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം മോളെ നിത്യ. എന്നാ ചേച്ചി പോട്ടെ. മിസ്സിസ് നിത്യ, താന് അവിടെ കുറച്ച് ഫയൽസ് ഇരിപ്പുണ്ട്, അത് എടുത്തത്. ഓക്കെ സാർ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇവിടെയാണോ ദൈവമേ ഫയൽസ് ഇരിക്കുന്നത്? ഈ ഫയൽസ് ആയിരിക്കും. ഇത് ഒരുപാടുണ്ടല്ലോ, കുറച്ചെന്ന് പറഞ്ഞിട്ട്. സാർ, ഫയൽസ്. ഈ ഫയൽസ് തന്നെ കാത്തു വെക്കണ്ട, തനിക്കുള്ള വർക്ക്സാ. ഇന്ന് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി. പോയിരിക്കും അവിടെ. സാറേ, ഇത്രയും ഫയൽസോ? സാറേ, ഐ ആം നോട്ട് എ റോബോട്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളത് നിത്യ, പോകുന്നതിന് മുന്നേ എന്തായാലും ഈ ഫയൽസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോയാൽ മതി. ഓക്കെ, യു ഗോ നൗ. മിസ്സിസ് കൃഷ്ണേന്ദു, വിഷ്ണുവിനോട് നിത്യക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്ന് പറയാം. അതുകൊണ്ടാണ് അവൾ ഉപ്പ് വലിക്കുന്നത് പറയാം. നീ എന്താ കാര്യത്തിന് എന്റെ കോഫിക്കകത്ത് ഉപ്പ് വലിക്കുക? ഓഹോ, എന്നെ ഉപ്പലിക്കാൻ തനിക്ക് അറിഞ്ഞൂടാ അല്ലേ? അത്രയും സ്റ്റെപ്പ് കേറി വന്നിട്ട് അവസാനം നിത്യ കണ്ടപ്പോ താൻ എനിക്കൂടെ കോഫി വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോ ഞാൻ തനിക്ക് എന്താ കോഫി സിമ്പിളായിട്ട് കൊടുത്തരണം. ഇനി അതുകൊണ്ട് ഞാൻ ഉപ്പലിക്കാം. ഓയ് ഹലോ, ഐ ആം യുവർ ബോസ്. ഇച്ചിരി റെസ്പെക്ട് ഒക്കെ പാലിക്കാം. അപ്പൊ എന്നെ ബോസാണ് അത്ര ബോസ്. മിസ്റ്റർ വിവേക് മഹാദേവ്, തങ്ങളോടൊക്കെ റെസ്പെക്ട് കാണിച്ചു കഴിഞ്ഞാൽ താരൊക്കെ അതിന്റെ തലയിൽ കയറുന്ന നേരം. അതുകൊണ്ട് കൂടുതൽ റെസ്പെക്ട് ആയാലും കുഴപ്പമാണ്. പിന്നെ ചേട്ടനും അതിനെ ഒന്നും ശരിയല്ല, എല്ലാം കണക്കാണ്. കാണിച്ചാൽ കൊച്ചെടുപ്പ് നിനക്ക് ആർക്കും റെസ്പെക്ട് തരാൻ പറ്റില്ല. നീ ഇന്ന് റെസ്പെക്ട് കൊണ്ട് മാത്രമേ നീ എന്നോട് സംസാരിക്കൂ. മിസ്സിസ് കൃഷ്ണേന്ദു, ദിസ് ഫയൽസ്, ഇത്രയും ഫയൽസ് പോകുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ പോവാവൂ. ഓക്കെ? എന്തോന്ന് ഇത്രയും ഫയൽസാ? സാറേ, ഞാൻ റോബോട്ടല്ല. ഓക്കെ, എന്റെ അച്ഛനും റോബോട്ടൊന്നും അല്ല. എനിക്ക് ഇത്രയും ഫയൽസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഒത്തിരി ഫയലാണ്. ഇത്രയും ഫയൽസ് ഞാൻ എപ്പോ ചെയ്യും? ഇത് ചെയ്യാൻ വേണം ഒരാഴ്ചയിൽ വേണം. ഒരു ദിവസം കൊണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് പറ്റില്ല ഇത്ര ഫയൽസ് ഒന്നും ചെയ്യാൻ. സാർ പ്ലീസ് കുറച്ച് കുറയ്ക്കും. എന്തിനാ ഈ ഒരു പ്രതികാരം വീട്ടിൽ നിന്ന്? ഐ എം യുവർ ബോസ്. ഞാൻ പറയും താൻ ചെയ്യും. പിടിയിട്ട് ഇത് മതിയാക്കി. ഇത് പോകുന്നതിന് മുന്നേ തന്നെ നീ ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ? ഹലോ മോളെ നിത്യ, എന്നാ പണി? എന്താടി എന്നെടുക്കുവാ? എടി കോപ്പ, നീ എന്തിനാ ഇപ്പൊ വിളിച്ച്? ഞാൻ വർക്കിലാണ്. എനിക്ക് ഒരു ലോഡ് പണി വന്നിട്ട് എങ്ങനെ ഇരുന്ന് സുഖിക്കുക. എടി, ഒരു ഇന്നും നാളെ ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റാത്ത ഫയൽസ് എന്റെ കയ്യിലെടുത്ത് തന്നിട്ട് എന്നോട് ഇന്നൊരു ദിവസം കൊണ്ട് വൈകിട്ട് മുന്നേ തീർത്തിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതും ഒരാഴ്ച കൊണ്ടൊക്കെ ഈ ഫയൽസ് തീരെ ചെയ്ത് തീർക്കാൻ പറ്റും. ആ ഫയൽസ് എല്ലാം എനിക്ക് ഇന്ന് കൊണ്ട് തന്നേക്കുക. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഞാൻ ചെയ്തോണ്ടിരിക്കുക. ഇനിയും കുറെ ഫയൽസ് ഉണ്ട്. ഒരു ഫയൽസേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എടി, എനിക്കും അതൊക്കെ തന്നെ ഇവിടെ അവസ്ഥ. ഇപ്പൊ വേണ്ട, എനിക്ക് ഒരു ലോഡ് ഫയൽസ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇത് ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കാൻ നിൽക്കും. പക്ഷെ പോകുന്നതിന് മുമ്പ് തീർക്കണമെന്ന് പറയുന്നത്. എടി ചേട്ടനൊന്നും ശരിയല്ലടി, എല്ലാം കണക്കാടി. എന്താടി ചെയ്യുക? ഞാനിവിടെ ഇങ്ങനെ പെട്ടിരിക്കുക. നീ ഒരു ഫയലിൽ തീർത്തില്ലേ? ഞാൻ തുടങ്ങിയിട്ട് കൂടിയില്ല. അതിനു മുന്നേ നിന്നെ വിളിച്ച് നിന്റെ അവസ്ഥ എന്താണെന്ന് തിരക്കാന്ന് വിചാരിച്ചു. നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലേ? അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. വൈകിട്ട് തന്നെ കാണാം. ഇന്ന് ഫുഡ് കഴിക്കലൊന്നും നടക്കില്ലെന്നാ തോന്നുന്നു. ഫസ്റ്റ് ഡേ ആയിട്ട് വെറുതെ ഇങ്ങനെയൊക്കെ ആയി പോയല്ലോടി.
എന്തടി നീ കാണിക്കുന്നേ? കാലൊക്കെ കൈയൊക്കെ ഭയങ്കര വേദന, അപ്പൊ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. സോറി സാർ. മര്യാദയ്ക്ക് വർക്ക് ചെയ്യും. സാർ ഫയൽസ് കംപ്ലീറ്റഡ് ആയി. ഇതാ സാർ. താനല്ലേടോ പറഞ്ഞേ ഈ ഫയൽസ് ഒക്കെ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന്. എന്നിട്ട് ഇത്ര നേരത്തെ തീർത്തോ? സമയം 5:30 അല്ലേ ആയിട്ടുള്ളൂ. ആ കുഴപ്പമില്ല, അടുത്ത ദിവസമായിട്ട് ഇച്ചിരി ഏറെ വർക്ക് വരാം. നോ സാർ, ഇത് തന്നെ കഷ്ടപ്പെട്ട തീർത്ത് 1.5 വീണ്ടും ഫയൽസ്. പ്ലീസ് സാർ, അടുത്ത ദിവസത്തെ ഇത്ര പണിയൊന്നും തരരുത് പ്ലീസ്. കാല് പിടിക്കാം, ഇത് തന്നെ കഷ്ടപ്പെട്ട തീർത്ത് എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ ആലോചിക്കും. നിന്റെയൊക്കെ സ്വഭാവം എങ്ങനെ പോകുന്നത് നോക്കണമല്ലോ. അടുത്ത പ്രാവശ്യം ഉപ്പിട്ടാലാണ് പരിപാടിയെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഫയൽസ് നമ്മളുടെ ടേബിളിലിരിക്കും. അത് ഫുൾ ചെയ്തിട്ട് നിന്നെ വീട്ടിൽ പെടുത്തുള്ളൂ. ഓക്കെ? എടി, എന്റെ ഫയൽസ് ഫുള്ള് തീർന്നു. ഞാനിപ്പോ അത് ഇറങ്ങാൻ തുടങ്ങാം. നിന്റെ കഴിഞ്ഞാ? ആടി, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, എല്ലാം തീർത്തു. ഇച്ചിരി നേരം കൂടെ പിടിക്കാൻ തോന്നും. നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ വരാം. ഇതൂടെ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് സബ്മിറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. നീ വെയിറ്റ് ചെയ്യും, ഞാൻ വരാം. ആടി, ഞാൻ വെയിറ്റ് ചെയ്തോളാം അവിടെ. നിക്ക്. ശരി, നീ എന്തായാലും ചെയ്തിട്ട് വാ, ഞാൻ അവിടെ നിൽക്കാം. ഇനി ഇമാതിരി ഊള അടിയും കൊണ്ടങ്ങനെ നിച്ചു നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എടുത്ത് ആറ്റിലോ തോട്ടിലോ ഒഴുക്കും, കേട്ടല്ലോ. തോട്ട് വെള്ളമില്ല, ആറ്റിലെടുക്കാം. എടി നിച്ചു, ഇന്ന് നീ അല്ലേ ഫുഡ് ഉണ്ടാക്കണേ? ഓ വാ, എളുപ്പന്ന്. വിശക്കുന്നു. പിന്നെ ഇനി എന്തായാലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വയ്യ. കാരണം ഇന്ന് എനിക്ക് നല്ല ടയർഡാണ്. ഇത്രയും വർക്കൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇനി എപ്പോഴാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുക? നീ അത് ചിന്തിക്കാത്ത എന്താ? അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാം. അവിടെ കണ്ടൊരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് അവിടെ കയറാം. ചേട്ടാ, 2 കുഴിമന്തി പാഴ്സലേ. കുഴിമന്തി മാത്രം അടിച്ചു തന്നായിരിക്കില്ല കേട്ടോ. ചേട്ടാ 2 അൽഫാം കൂടെ. അലവലാതി മനഃപൂർവ്വം പൈസ മുടിപ്പിക്കാനുള്ള പരിപാടി. വീട്ടിലെങ്ങനെ വല്ല ദോശം ചുട്ടു കൊടുത്താൽ മതിയായിരുന്നു. ഇതിനൊക്കെ കുഴിമന്തി കയറ്റിക്കാൻ വേണ്ടിട്ട്. നിച്ചു, പേസ്റ്റ് തീർന്നിരിക്കുക. പേസ്റ്റ് വാങ്ങിക്കണോടി, പേസ്റ്റ് വാങ്ങിക്കാം. കിച്ചു പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് കഴിക്കാതിരിക്കാം. നീ എന്തെങ്കിലും കുളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും കുളിക്കട്ടെ, പോയിട്ട് കേട്ടോ. എടി, നീ വീട്ടിലോട്ട് കോൾ ആക്കിയായിരുന്നോ? നീ ചെറിയപ്പ വിളിച്ചായിരുന്നോ? ഇല്ലാടി, അപ്പനെ വിളിക്കാൻ സമയം കിട്ടിയില്ല. വന്നാൽ പിന്നെ നമ്മൾ ഉണ്ണിയേട്ടനല്ലേ കോളാക്കിയിട്ടുള്ളൂ. നീ എന്തായാലും വലിയപ്പ വിളിക്കും, എന്നിട്ട് നമുക്ക് എൻ്റെ അപ്പനെ വിളിക്കാം. ഹലോ, ആരിത്? എന്റെ പൊന്നുമോളോ? നിനക്ക് ഈ അപ്പന്റെ നമ്പർ ഓർമ്മയുണ്ടോടി? ഓർമ്മയില്ലാതെ തന്നെ ഞാൻ വിളിക്കായിരുന്നോ? ഇപ്പഴല്ലേ വിളിച്ചത് നിങ്ങളെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തിലൂടെ വിളിക്കത് പോലും ഇല്ലായിരുന്നു. വിളിച്ചില്ലേ, പോരെ? അത് പോരെയാണോ തന്നത് നിങ്ങക്ക്? എടി, ഞാൻ നിന്റെ തന്തേടി, അല്ലാതെ പുറമ്പോക്കല്ല. ഇച്ചിരി ബഹുമാനിക്കടി. എന്റെടി, ഇത് നിനക്ക് മാത്രമുള്ളൂടി, എന്നെ യാതൊരു വിലയില്ലാത്ത. അപ്പാ മതിയോ? വില വെച്ചത് മതിയോ? പിന്നെ എന്തെടുക്ക? എന്റെ മമ്മീജി എന്തി അവിടെ കാണുന്നുണ്ടോ? ചേട്ടാ, ഐ എം ഹിയർ. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ മോളും അപ്പനും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അമ്മേനെ വേണ്ടല്ലോ. സെന്റ് അടിക്കല്ലോ തള്ളേ, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ. എന്നാ ഇത്? ഈ കൃഷ്ണന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാ എന്നെ പോലെ സ്ട്രോങ്, അല്ലാതെ വെറുതെ സെന്റ് അടിച്ച് കളിക്കാനുള്ളത് കേട്ടാ. മോളെ, നിച്ചു എവിടെ? നിച്ചുവിന്റെ ഒച്ച ബഹളമൊന്നും ഇല്ലല്ലോ. നിച്ചു വേറെ എന്തേ? നീ അതിനെ അടിച്ചു വന്നോ? പിന്നെ എന്റെ മോളുടെ കൂടെ അല്ലേ വാസു, അവിടെ വല്ല മൂലയ്ക്ക് ഇരിപ്പുണ്ടായിരിക്കും. കിളി ഇങ്ങനെ പറന്ന് പൊക്കോണ്ടിരിക്കല്ലേ. മോളെ നിച്ചു, നീ അവിടെ ജീവനോടൊക്കെ തന്നെ ഉണ്ടോ? വലിയപ്പ, ഞാനിവിടൊക്കെ തന്നെ ഉണ്ട്. വലിയപ്പ പറഞ്ഞിട്ട് എന്റെ കിളി ഇങ്ങനെ പറന്നിരിക്കുക. വലിയപ്പ, എന്റെ പൈസ പോയിട്ട് ഇവിടെ തീർക്കുക വലിയപ്പ. ഇന്ന് ഞാനാണെങ്കിൽ ഇന്ന് എന്റെ കുക്കിംഗ് ആയിരുന്നേ. ഇന്ന് ഓഫീസിൽ ഒത്തിരി വർക്ക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ചിന്തിച്ചു, ഇന്ന് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഹോട്ടലിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. അതിന് ഹോട്ടലിൽ കയറി 2 കുഴിമന്തി വാങ്ങിച്ച്, അത് കഴിഞ്ഞിട്ട് ഈ പന്നി അൽഫാമിന് ഓർഡർ കൊടുത്ത്, എല്ലാം കൂടെ നല്ല പൈസയായി. അത് കഴിഞ്ഞിപ്പോ ഇവിടെ. അയ്യോ, ഇങ്ങനെ എന്റെ നിത്യമോളെ ആരാ കള്ളം പറയാൻ പഠിപ്പിച്ചേ? അപ്പ വെറുതെ ആണല്ലേ
ഇവളുടെ കുക്കിങ് വരുമ്പോ എപ്പോഴും വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ദിവസം മാത്രം അവള് വെളിയിൽ നിന്ന് പോയി കഴിച്ചാന്ന് പറഞ്ഞിരിക്കും. എന്റെ കുക്കിങ് വരുമ്പോ അവൾക്ക് വീട്ടിലത്തെ മാത്രമേ കഴിക്കാൻ വെക്കൂ. അപ്പ എന്ത് കഷ്ടം ഇത് 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 ഏത് നിയമം ഇത്? അത് എന്തടി ഇത് നീക്ക് രണ്ടെണ്ണടി ഇങ്ങനെ ഈശ്വര കൊച്ചുപിള്ളേർ അടി ഉണ്ടാക്കുന്നവനുണ്ട്. എടി പ്രായം 24 ആയടി നിനക്ക് രണ്ടിനും. അതിന്റെ മെച്ചൂരെല്ലാം കാണിക്കടി. രണ്ടും അവിടെ പോയി കിടന്ന് അടി ഉണ്ടാക്കുക. ക്ലോസപ്പും കോൾഗേറ്റിന്റെ മേടി പറഞ്ഞു. എന്റെ പൊന്നിക്ക് നിച്ചു നീ ആയാലും എന്റെ മോളോ ഇങ്ങനെയാ. നിനക്കേലും നന്നായിക്കൂടി എടി പെണ്ണെ. മക്കളുടെ പോകുന്ന ദിവസത്തിന് ഇന്ന് കൊടുത്തോ അതിന്റെ ഇങ്ങനെ. ആദ്യമേ നിങ്ങളുടെ മോളെ നന്നാക്കാനുള്ള നന്നാക്കണമായിരുന്നു. അതെങ്ങനാ? തന്തയുടെ അല്ലേ മോളുടെ സ്വഭാവം. നിങ്ങൾ രണ്ടും ഒരേ സൈസാ. ഈ പെരട്ട തള്ള നീ എങ്ങാണോ ഇനി ഈ പെരട്ട തന്തയുടെ സ്വഭാവം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവിടെ വരുമ്പോ നിങ്ങളുടെ അന്ത്യകർമ്മം നടത്തിട്ട് ഞാൻ ഇനി തിരിച്ചു തരത്തുള്ളൂ. കേട്ടല്ലോ? ഈ പെരട്ട തള്ള സ്വഭാവം അല്ല എനിക്ക്. ഓക്കെ? ഇതാണ് നിങ്ങളുടെ മോളുടെ കുഴപ്പം. യാതൊരു ഭഗവാനും യാതൊരു വിലയിലില്ല. സ്വന്തം തന്തയെന്നല്ലേ പോലും വിളിക്കുന്ന കേട്ടില്ലേ? ഇതോ തന്ത ഇതോ തള്ളയെന്ന്. ഡി നിന്റെ അടുത്തിരിക്കുന്ന കൊച്ച എന്താണ് നിങ്ങളെ വിളിക്കുന്നത്? വല്യപ്പ ചെറിയമ്മ എന്നൊക്കെയാ. ഈ മാത്രം എന്നോട് കൊച്ച ഇങ്ങനെ. പിന്നെ എങ്ങനെ ഞാനൊരു വീട്ടിൽ കെട്ടിച്ചു വിടും? കെട്ടിച്ചിട്ട് ഇനി തള്ളയുടെ കുഴപ്പമാണെന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ. വീട്ടുകാർ അതൊക്കെ തന്നെയല്ലേ പറയുള്ളൂ. നോക്കിക്കോടി നീ ചെന്ന് കയറുന്ന വീട്ടില് എന്നെക്കാൾ ഡാഗിനായിട്ടൊരു തള്ളേനെ നിനക്ക് കിട്ടും. ഓഹോ, നിങ്ങൾ ഡാഗിനെയാണ് ഉറപ്പിച്ചത്. നിങ്ങൾ ഡാഗിനെയല്ല. ഓ, മറ്റേ സാധനത്തിന്റെ പേരെന്തായിരുന്നു? മറന്നും പോയി. ഡൊറാത്തിമതമ നിങ്ങൾ. നിന്നൊരു കാര്യം വേട്ടെ, ഞാൻ കെട്ടിപ്പോന്ന വീട്ടിലെങ്ങാണ് ഇതുപോലത്തെ തള്ളയാണെങ്കിൽ അവരുടെ തലയിൽ ചട്ടം വെച്ചിരിക്കും. ചട്ടം വെച്ചിരി കുറഞ്ഞു പോയി. ചട്ടം അല്ലടോ, മറ്റേ ഒരു സാധനത്തിന് പേരെന്താ? ചപ്പാത്തിയും കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഓ, പേരമ്മയല്ല. എന്തായാലും ഞാൻ ഒലക്ക വെച്ചാറ് തലക്കടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിരിക്കും 3-ാമത്തെ ദിവസം. പിന്നെ എന്റെ അടുത്ത കളി അത് കൃഷ്ണൻ തന്നെ എടുത്ത്. ഞാൻ റൗഡി ബേബിയാ. ആ റൗഡി മാറ്റിയ പെർഫെക്റ്റ് ആട്ടോ. ആ സ്വഭാവം തന്നെ. നമ്മുടെ കൊച്ചു പിഴച്ചു പോയി. ഇവളേക്ക് ആര് കെട്ടിക്കൊണ്ട് പോവാൻ? കണ്ണു കാണാൻ വരുമ്പോഴേ ഇതാ തൊഴിലെങ്കിൽ അവന്മാർ അന്നേ വീട്ടിൽ നിർത്തിയിട്ട് പോകും. ഇവളെ എല്ലാം കൊണ്ട് മനസ്സിലാക്കി വരുന്ന ഒരാള് വേണം. എന്നാലേ ഇവളെ കെട്ടിക്കൊണ്ട് പുറപ്പിക്കാൻ ഒക്കത്തുള്ളൂ. പ്ലീസ് വല്ല ബംഗാളികളെയും കൊണ്ട് ഇങ്ങോട്ട് കയറരുത്. നമുക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ ബന്ധം നോക്കാം മോളെ. നീ വിഷമിക്കണ്ട. അതെ കുടുംബത്തിൽ നിന്ന് തന്നെ നോക്കാം. കണ്ടല്ലായിരുന്നു എന്ത് പ്രണയിച്ച് നടന്നവര്? ഇപ്പൊ കണ്ടില്ലേ? കെട്ടിയിട്ട് പോലും നേരത്തെ മിണ്ടത്തെ പോലെയല്ലേ രമണിയുടെ. വളനിച്ചൂട്ടി ഇങ്ങനെ ഈ ബന്ധം പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്നെ കഷ്ടമാണെന്നറിയോ? കാണുമ്പോഴേ സങ്കടം വരുമോ എനിക്ക്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനാണല്ലോ ദൈവമേ നീ എന്നെ ഇങ്ങോട്ട് ഇറക്കിയത്. എനിക്കറിയില്ല മോളെ. ആ പാവം കൊച്ചു വെച്ച് അച്ഛനടുത്തുള്ളപ്പോ അമ്മ അടുത്തേക്ക് വരില്ല, അമ്മ അടുത്തുള്ളപ്പോ അച്ഛനടുത്തേക്ക് വരില്ല. അവർ രണ്ടുപേരും മിണ്ടത്തില്ല അങ്ങോട്ട് പറഞ്ഞു. എനിക്കറിയില്ല, എല്ലാവരും വാശിപ്പുറത്തായിരുന്നു പോലും. എന്തൊരു കഷ്ടമാ. ആ കൊച്ചു നരകിച്ചാ ജീവിക്കുന്നത് ഇവിടെ. നിനക്കറിയോ? മോളെ നിച്ചു, നീ ഒന്ന് ഉണ്ണിനോട് ഒന്നുകൂടെ വിളിച്ച് പറ. ഒന്ന് വിഷമിപ്പിക്കാതിരിക്കും. പാവം ഉണ്ട് ആ കൊച്ചിൻ്റെ അവസ്ഥ. നരകിച്ചാൽ ജീവിക്കുന്നത്. അവന്റെ മുന്നിൽ പോലും അവൾ പോകാറില്ല. അറിയാമോ നിനക്ക്? അതുപോലെ ഒരു സ്റ്റേജിലാണ് ഇവിടുത്തെ നിൽക്കുന്നത്. ആ കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥയാണ് എനിക്കറിയാത്തത്. അച്ഛനെ അമ്മ ഒരുമിച്ച് കണ്ടിട്ട് കൂടി ഇല്ലത്. കാരണം അവര് തമ്മിൽ എന്താ മുഖത്തോട് മുഖം പോലും നോക്കില്ല. നോക്കിയിരുന്നോ? ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ കേൾക്കും. പ്രത്യേകിച്ച് ഞാൻ. ഓ എന്റെ ദൈവമേ, വിളിക്കാത്ത താമസം അവൻ ഞങ്ങളെ തിരിച്ചിങ്ങോട്ട് വിളിക്കും. അവനെ ആകെപ്പോകുള്ള മണി പേഴ്സ് അതോടെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നാലും ഞങ്ങളെ നിലയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ വിളിക്കും. ആടി മോളെ, എനിക്കിത് മാത്രം കേട്ടാ മതി. എന്തായാലും ചാച്ചി പോട്ടെ. അമ്പാടി വന്നിട്ടുണ്ടോടാ. അമ്പാടി അപ്പുറത്തുണ്ട്, രാധുവിന്റെ വീട്ടിലാ. ഇതുവരെയും വന്നില്ല. പോയി വിളിക്കണ്ടേ? ചെറുക്കനല്ലേ, എത്രയെന്ന് വെച്ചാൽ അവരുടെ എടുത്തിരുത്തുക. ഞാൻ പോയി വിളിച്ചിട്ട് തരാം. ഇന്ന് നീലയും ഉണ്ണിയും ഒറ്റയ്ക്കായിരിക്കും. എന്തായാലും ഞാൻ ഉണ്ണീനോട് വിളിച്ച് സംസാരിക്കും. ഉണ്ണിയുടെ ദേഷ്യം കൊണ്ട് അവളുടെ അടുത്തോട്ടേക്ക് വരാത്ത. വല്യപ്പാ, എന്നാ പോയി അമ്പാടിയമ്മനെ വിളിച്ചിട്ടുവാ. ഇത്ര നേരമായില്ലേ? എന്തായാലും വിളിച്ചിട്ട് കേട്ടോ. ഞങ്ങൾ എന്നാലും ഒന്ന് ഉണ്ണിയേട്ടനെ വിളിച്ചു നോക്കട്ടെ. എടുക്കുമായിരിക്കും, ചിലപ്പോൾ എടുക്കില്ലായിരിക്കും, അറിയില്ല. ഉണ്ണിയേട്ടന്റെ സ്വഭാവം പോലെ രീതി പോലെ ഒക്കെ ഇരിക്കും. എന്തായാലും ഞങ്ങളൊന്ന് വെച്ചേട്ടേ. ഹലോ നിച്ചു, എടി വെയിറ്റ്. ഞാനാണെങ്കിൽ ഓഫീസ് ക്ലോസിംഗ് ടൈം ആയിരുന്നു. ഞാനൊന്ന് ഓഫീസ് ക്ലോസ് ആക്കട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ. ഉണ്ണിയേട്ടൻ ഓഫീസിലാണ്. ഓഫീസ് ക്ലോസ് ആക്കിയില്ല, ക്ലോസ് ആക്കിയിട്ട് വിളിക്കാന്ന്. എടി അത് വേറൊന്നും അല്ലടി. ഇന്ന് അമ്പാടിമ വീട്ടിലില്ലല്ലോ. നിലയും ഉണ്ണിയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അന്നേരം സംസാരിക്കാനുള്ളൊരു ചാൻസ് കൊടുക്കാതെ ഉണ്ണിയേട്ടൻ ഇഷ്ടം താമസിച്ചു പോന്നു. അത്രേ ഉള്ളൂ. നിച്ചു, ഒരു കാര്യം പറയാം. ഇന്നെന്തായാലും ഉണ്ണിയേട്ടൻ നിലയോട് സംസാരിക്കണം. നില എന്തൊക്കെ കാണിച്ചാലും
പറഞ്ഞു തരാണ്. ഉണ്ണിയുടെ ഭാര്യയല്ലേ വീട്ടിലോ, അവൾ എന്തോരം വിഷമിക്കുന്നുണ്ടായിരിക്കും. ഉണ്ണിയേട്ടൻ വിളിക്കുന്നു, എനിക്ക് കോൾ എടുക്കട്ടെ. ഹലോ ഉണ്ണിയേട്ട, ഹലോ പറയൂ. പറഞ്ഞു ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസൊക്കെ? നല്ലായിരുന്നോ? അടിച്ചു പൊളിച്ചാ? അതോ അവൻ പണി തന്നോ? എന്താ? അത് പിന്നെ ഉണ്ണിയേട്ട പറയാതിരിക്കുന്ന നല്ലത്. ആ കാട്ടുമല്ലെടുത്ത് ഞാനും ഈ പാവം കുട്ടിയും പെട്ടുപോയി. ചലിക്കാനും അനങ്ങാനും പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. എന്താ മൊത്തത്തിലൊരു ട്രാപ്പായില്ലേ, അതുപോലെ. പിന്നെ ഞങ്ങള് കുടിച്ച കുഴിയിൽ ഞങ്ങൾ തന്നെ വീണു. ആ കാര്യത്തിൽ യോജിക്കുന്നു. എപ്പോ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നിനക്കൊക്കെ തോൽവിയല്ലേ വിജയം? ഉണ്ണിയേട്ട ആരിങ്ങനെ പറഞ്ഞാലും ഉണ്ണിയേട്ടൻ ഇങ്ങനെ പറയില്ല കേട്ടോ. ഉണ്ണിയേട്ടന് ഞങ്ങളുടെ ഉണ്ടായിരുന്നല്ലേ, ഉണ്ണിയേട്ടൻ്റെ കൂൾ ഐഡിയാസ് വലിക്കാറൊന്നുമില്ലല്ലോ. പിന്നെ ഉണ്ണിയേട്ടൻ കൂടുതലങ്ങ് സാറ് കളിക്കുന്നത് ശരിയല്ല. പിന്നെ ചില ഐഡിയാസ് മാത്രം ഉണ്ണിയേട്ടൻ വലിച്ചു. നമ്പർ 1 നീലനെ വിവാഹം ചെയ്തത് മാത്രം. നിത്യ മതി, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ മറന്നിരിക്കുന്ന കാര്യമാണ്. നീ അതിനെ കുത്തിപ്പൊയ്ക്കൊണ്ട് വരാതെ. കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുതെന്നോ? ഉണ്ണിയേട്ടാ, ഒരു നിമിഷം നിങ്ങൾക്കുണ്ടായ മകനയിൽ ഓർത്തൂടെ? അമ്പാടിയിൽ ഓർത്ത് ഉണ്ണിയേട്ടനെല്ലാം ഒന്ന് ക്ഷമിച്ചൂടെ? ഇനി അവളിനി ഒരു തെറ്റിലോട്ട് പോവില്ല ഉണ്ണിയേട്ടാ. അവളിപ്പോ ഉണ്ണിയേട്ടന്റെ ഭാര്യയാണ്, ഉണ്ണിയേട്ടന്റെ മോന്റെ അമ്മയും കൂടെ ആണ്. അവൾക്ക് ഇനി ഒരു തെറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അവളിനി പോവേയില്ല. ഉണ്ണിയേട്ടനൊന്ന് ക്ഷമിക്കും. ഇപ്പൊ തന്നെ അമ്പാടിക്ക് 3 വയസ്സാവുന്നു. പ്ലീസ്, ഇത്രയും വർഷമായില്ലേ, ഒന്ന് ക്ഷമിക്കാം അവളോട്. നിത്യ, നീ പറഞ്ഞതുകൊണ്ട് ഒന്നും ആയില്ല നിത്യ. ഒന്നും ആവാനും പോകുന്നില്ല. അതായത് ഇപ്പൊ ഞാൻ തന്നെ മിണ്ടിയാ തന്നെ അവൾ എന്നോട് മിണ്ടാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് അതുപോലെ വെറുപ്പാ നമ്മളെ പോകുന്നേ. അതുപോലെ അവളന്ന് പറഞ്ഞ നീ ഇന്നും നിനക്ക് നല്ലവണ്ണം ഹാർട്ടായിട്ടുള്ള കാര്യം എനിക്കറിയാം. അവൾ അതുപോലെ നിന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ തന്നെ എന്നോട് ഇപ്പൊ ഇങ്ങനെ പറയണമെങ്കിൽ അത് അമ്പാടി വിളിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. അമ്പാടി എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ വരുന്നിടം വരെ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് വിളിച്ച് പറഞ്ഞത് മാത്രം. എത്ര പേർക്ക് വിഷമമാണെന്ന് ഉണ്ണിയേട്ടൻ ചിന്തിക്കുന്നുണ്ടോ? എത്ര ഫാമിലീസ് വിഷമിക്കുന്നത് അതോർത്ത്? എന്റെ അച്ഛൻ, അമ്മ, ഉണ്ണിയേട്ടന്റെ അച്ഛൻ, അമ്മ, നീലയുടെ അച്ഛൻ, അമ്മ, ഇവരൊക്കെ വിഷമിക്കുന്നുണ്ട്. ഉണ്ണിയേട്ടൻ പറയുന്നത് അത്ര സിമ്പിൾ അല്ല. ലൈഫ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്, വലിയൊരു ടാസ്ക് തന്നെയാണ്. നമ്മൾ ഇത്രയും നാളും വർഷം കളിച്ചിരിച്ചതിലൂട്ടല്ല ഒരു ഫാമിലി ആയി കഴിയുമ്പോൾ. പക്ഷെ അവൾ ആഗ്രഹിച്ച ജീവിതം ഇതല്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടനോട് ഒരു ഹാപ്പി ലൈഫ് അവൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് അവൻ കടന്നു വന്നത്, അതെ ഓക്കെ, അത് തെറ്റാണ് അവൾ ചെയ്തത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ അവൾ ഉണ്ണിയേട്ടൻ്റെ ഭാര്യയല്ലേ, ഒന്ന് ക്ഷമിച്ചൂടെ? ഞങ്ങൾ ക്ഷമിച്ചില്ലേ, അതുപോലെ ഉണ്ണിയേട്ടൻ എന്താ ക്ഷമിച്ചാലേ? ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഉണ്ണിയേട്ടൻ ക്ഷമിക്കാനുള്ള എല്ലാ കടമയും ഉണ്ണിയേട്ടനുണ്ട്. ഓക്കെ, ഉണ്ണിയേട്ടൻ ക്ഷമിക്കുക തന്നെ വേണം. അത് ഉണ്ണിയേട്ടൻ്റെ ഭാര്യയാണ്. ഓക്കെ, അതിനേക്കാൾ പൊതുവെ ഉണ്ണിയേട്ടൻ്റെ മോന്റെ അമ്മയും കൂടെയാണ്. അവൻ എന്തോ ഒരു ആഗ്രഹം കാണും അച്ഛനും അമ്മയും ഒരുമിച്ച് സ്നേഹിക്കുന്ന കാണാൻ. ഉണ്ണിയേട്ടൊന്ന് ചിന്തിക്ക്, ഉണ്ണിയേട്ടൊന്ന് ഓർത്ത് നോക്ക്. എല്ലാം ക്ഷമിക്കാൻ ഉണ്ണിയേട്ടനെ കൊണ്ട് പറ്റും. അവളിനി ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോയില്ല. നീ എന്താ പറഞ്ഞു? നില എന്നോട് ആഗ്രഹിച്ചത് ഹാപ്പി ലൈഫാണെന്നല്ലേ? സത്യമാ, ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ പ്രണയിച്ചതാ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവൻ വന്നപ്പോ അവളെല്ലാം കൊണ്ട് ഉള്ളിനെ മറന്നു. അവൾക്ക് പിന്നെ അവനായി ലോകം. എങ്ങനെ സഹിക്കൂടി ഞാൻ? അന്ന് എന്റെ കൺട്രോൾ വിട്ടുപോയിട്ടാ അന്ന് ഞാൻ അവളെ അടിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ അവളെ അടിക്കുന്നത്. എനിക്കറിയാലോ അവളെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ജീവനാന്ന്. അവളെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാനൊന്ന് മാറി നിന്നപ്പോഴത്തേനും അവരായി കോളേജിലെ തന്നെ ബെസ്റ്റ് കപ്പിൾസ്. എന്താ ഇതൊക്കെ എനിക്ക് വിധിയാണെന്ന് തോന്നുന്നു. എല്ലാം പേടിയാടി എനിക്ക്. അവൾ ആരോടും വേണ്ടിയാലും പേടിയാ എനിക്ക്. ഉണ്ണിയേട്ടൻ വിഷമിക്കാതെ ഞാൻ കൃഷ്ണൻ കൊടുക്കാം. എടാ കിച്ചണ, നീ കരയാണോ? നീ സ്ട്രോങ് അല്ലേടാ? നീ സ്ട്രോങ് ആണ്, കോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്തെങ്കിലും ഇത് മോങ്ങുന്നോ? എന്തായാലും നേരിടുന്നൊക്കെയല്ലേ പറഞ്ഞേ? എടാ നീ സങ്കടപ്പെടാതെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടല്ലല്ലോ നിത്യതൊന്നും പറഞ്ഞത്. ആരും എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് ഒന്നും ഇന്നെ വരെ പറഞ്ഞിട്ടില്ല. എല്ലാരും എന്നെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ നില അതങ്ങനെ ചെയ്തപ്പോ എനിക്ക് എന്തോരം ഹേർട്ടായെന്ന് നിനക്കറിയോ? അതുപോലല്ല ഞാൻ അവളെ സ്നേഹിച്ച. എന്നിട്ട് ഒരുത്തം വന്നപ്പോഴത്തേനും
അവന്റെ കൂടെ അവനെ സ്നേഹിച്ചപ്പോ ആരായാലും എന്തൊക്കെയാണെങ്കിലും ഒന്ന് ഒന്ന് സങ്കടപ്പെട്ടു. അത് മാത്രമേ ഞാനും ചെയ്തത്. ഇപ്പോഴും അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. അവളോട് മിന്നണമെന്നും പലപ്പോഴും ആഗ്രഹമുണ്ടാ. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോ അപ്പൊ ഞാൻ വല്ലാതെ ദേഷ്യപ്പെടും. റിയാക്ട് ചെയ്ത് പോവാ മോളെ കിച്ചു. അല്ലാതെ ഈ ഏട്ടനോട് യാതൊരു ദേഷ്യമില്ല. എന്റെ പൊന്നുണ്ണി, നീ കരയുന്നൊക്കെ ഒട്ടും ചെയ്തില്ല കേട്ടോ. നീ എന്റെ കൂടെ തന്നെ വന്നതല്ലേടാ. എന്നിട്ട് നീ മതി കരയാതെ. ഇതിനൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഇനിയും കരയില്ല. എന്റെ കിച്ചണിൽ ഇനിയും കരഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിനെ ഞാൻ വെട്ടും അവിടെ വരുമ്പോ. ഓക്കെ, യു ഡോണ്ട് ക്രൈ. എന്തായാലും നീ വീട്ടിലേക്ക് പോ. വെറുതെ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ അത് ഓർക്ക്. ആടാ ഞാൻ പൊക്കോളാം. ഞാൻ കാര്യമില്ല കേട്ടോ. ശരി, നെറ്റിനോട് പറഞ്ഞേര് ഞാൻ പോവാണെന്ന്. ഓക്കെ ശരി, ബൈ. ആ മോളെ, ഞാൻ അമ്പാടിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളൂ. ഇരിക്കുന്നു കുട്ടിക്കുറുമ്പൻ. എന്നാ മെനയാന്ന് എനിക്കറിയോ? എന്തോ പറഞ്ഞിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണ് പുള്ളി. തലയും തട്ടിലിരിപ്പുണ്ട് കേട്ടിരിക്കുന്നു. അമ്പാടുട്ടാ, എന്നാ പറ്റിയേ? എന്നാടാ, എന്താ സംഭവം? എന്നാ നിനക്ക്? നീ എന്തിനാ മൂഡ് ഓഫ് ആയിരിക്കണേ? എന്താടാ നീ പറയുന്നേ? നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് അനിയനെ അനിയത്തെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചിട്ടെന്താ പ്രയോജനം? നീ എന്റെ അപ്പനോടോ അമ്മയോടോ പോയി ചോദിക്കും. അതേ നടക്കൂ. തീർച്ചയായിട്ടും മോനെ ഓൺ ദി സ്പോട്ടിൽ തന്നെ കിട്ടും. മോനെ ഓടിച്ചത് അമ്മയോട് ചോറാൻ. വല്യപ്പ ഫോൺ കട്ട് ചെയ്യണ്ട കേട്ടോ. ആളെന്താ പറയുന്നത് കേൾക്കണ്ടേ? വല്യപ്പ ഫോൺ കട്ട് ചെയ്യണ്ട കേട്ടോ. ആ വിളിക്കട്ടെ. ഹലോ ഹലോ അമ്മ, പറയമ്മ. എന്നാ വിളിച്ചേ? എന്റെ അമ്പാടി മോനായിരുന്നോ? എടാ സോറിടാ അമ്മു. ഞാൻ വിചാരിച്ചു അമ്മച്ചി ആയിരിക്കുമെന്ന്. അമ്മച്ചിയല്ലേ എപ്പോഴും എന്നെ വിളിക്കാറ്. മോൻ ചാച്ചിന്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കാറ്. അതുകൊണ്ടാടാ മോനെ അമ്മ എന്ന് വിളിച്ചേ. എന്നാ എന്റെ അമ്മാടി മോൻ വിളിച്ചേ? എന്നാ പറ്റിയടാ? അതെന്താ പറ്റിയേ? നീ രാധുവിനോട് അടി ഉണ്ടാക്കിയാ? രാധമോൾ എന്നാ അങ്ങനെ പറഞ്ഞേ? എന്നാ നീ അടി ഉണ്ടാക്കിയോടാ അമ്പു? നീ എന്തൊക്കെയാ പറയുന്നേ? നീനക്ക് എന്താ പറയുന്നല്ല ബോധമുണ്ടോ? ഇല്ലല്ലോ. എന്റെ പൊന്നു മോനെ, മാമാന്ന് വെച്ചാ അത്ര സിമ്പിൾ കാര്യമൊന്നുമല്ല. ഓക്കെ, നീ പറയുന്നതിട്ടൊന്നുമല്ല. നിനക്കറിയാലോ ചാച്ചിനോട് ഞാൻ മിണ്ടില്ലെന്ന്. പിന്നെന്താ? നടക്കില്ല വാവേ, നീ നടക്കില്ല. നീ പറയുന്നിട്ടൊന്നുമല്ല. അതൊന്നും നടക്കില്ല. മോൻ എന്നോട് ക്ഷമിക്ക്.
നില പ്ലീസ്, ഉണ്ണിയേട്ടൻ പാവമാണ്. നീ ഇങ്ങനെ വെറുതെ ഉണ്ണിയെ വെറുത്ത് ആ കുഞ്ഞിനെയും കൂടെ വിഷമിപ്പിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് നിത്യ. എനിക്ക് നിന്നെ ഉണ്ണിയേട്ടനെ വെറുപ്പാണ്. നീ വിഷ്ണുവിനെ വെറുക്കുന്ന പോലെ തന്നെ ഉണ്ണിയേട്ടനെ ഞാൻ വെറുക്കുന്നു. ഹി ഈസ് മൈ എനിമി. എനിക്ക് ഉണ്ണിയേട്ടനെ ഇഷ്ടമല്ല. നീ വിഷ്ണുവിനെ എത്രത്തോളം വെറുക്കുന്നു അത്രത്തോളം തന്നെ ആ സെയിം രീതിയിൽ തന്നെ ഞാൻ ഉണ്ണിയേട്ടനെ വെറുക്കുക. ഓക്കെ? ഓഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ വിഷ്ണുവിനെ ജയിച്ചു കഴിഞ്ഞാൽ നീ ഉണ്ണിയെ ജയിക്കുവോ? പറയടി. നിനക്കതിന് പറ്റില്ല നിത്യ. കാരണം ഈ ലോകത്തേക്ക് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവനെയാന്നാ പറഞ്ഞു. അവനെന്തൊക്കെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കാം. മോളെ നിത്യ, ദാ അവള് കോള് കട്ട് ചെയ്ത്. കൊച്ചുരുപ്പിന് വാങ്ങുന്നത് വെക്കാനേ മോനെന്ന് വെച്ച്, അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഈ ഫോണിൽ കൂടെ ഇറങ്ങി ഒരു കോണിട്ട് പിടിക്കും. പൊക്കോ. എടി സമയം എന്താണെന്നാണ് നിന്റെ വിചാരം? പോയി കിടക്ക ഊരിക്കോളെ. അല്ല പിന്നെ മക്കള് കിടന്നാട്ടോ, അച്ചാച്ചി വെക്കാണ്. മേ കമിങ് സർ? യെസ് കമ്മിങ് നിത്യ. എടോ, ഇന്നത്തെ മീറ്റിംഗ്സിന്റെ ഷെഡ്യൂൾ നോക്കിയോ? എന്തൊക്കെ എപ്പോഴാ മീറ്റിംഗ് നോക്കിയോ? സാർ, ഇത് മീറ്റിംഗ് 11 മണിക്കാണ്. 11 മണിക്ക് സ്റ്റാർട്ടഡ് ആവും. നിത്യ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഓക്കെ, താനോട് നിൽക്കും. ഞാനിപ്പോ തന്നെ വരാം. യെസ് സാർ. സാർ പോയിട്ട് വാ, ഞാനവിടെ നിന്നോളാം. ഇതെന്താ ഫോൺ ബെല്ലടിക്കുന്നേ? എന്തായാലും നോക്കണ്ട. അങ്ങേര് വന്നെടുക്കട്ടെ. ലാസ്റ്റ് എന്നെ കളിച്ചു കയറും. ഫോൺ എടുക്കണ്ട, അവിടെ എടുക്കണ്ട, അടിക്കട്ടെ. ഇതെന്താ വീണ്ടും വീണ്ടും അടിക്കുന്നേ? കോപ്പ് ആരാ നോക്കാം. നീള. ആ കോളിൽ തെളിഞ്ഞു വന്ന ഫോട്ടോ കണ്ട് നിത്യ ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു. കാരണം അത് അവളുടെ ഫ്രണ്ടായിരുന്നു, നിള. ഉടനെ തന്നെ അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. നിനക്ക് എന്താടി ഇവനെ വിളിച്ചിട്ട് അത്യാവശ്യം? ഞാൻ വിഷ്ണു അല്ല, ഞാൻ നിത്യ. നിത്യ, നിത്യ, അത് ഞാൻ അവനെ വിളിച്ചത് ഒരു കാര്യം. സ്റ്റോപ്പ് ഇറ്റ് നില. എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട. നീയും ഇവനും തമ്മിൽ ഇപ്പോഴും റിലേഷനുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്തിനാടിയാവും എന്നെ നീ വിഷമിപ്പിക്കുന്നത്? അങ്ങനെ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? നീ ഇമാതിരി തോന്നി ദിവസം കാണിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എനിക്ക് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുമ്പോ എനിക്ക് എന്റെ തൊലി ഒരിഞ്ഞു പോവാ. മനസ്സിലാക്കടി, ഞാൻ അവനെ വിളിച്ച ഒരു കാര്യം. നീ എന്ത് കാര്യം പറയാനാണ് അവനെ വിളിച്ചതെന്ന് എനിക്ക് അറിയണ്ട. ഓക്കെ, ഐ ഹേറ്റ് യു. ഐ റിയലി ഹേറ്റ് യു. നീ പറഞ്ഞല്ലോ എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമല്ല. കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ കാര്യത്തിൽ എന്ത് പേരിട്ടാ വിളിക്കേണ്ടെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം വേണം, നീ എന്നെ ചതിച്ചോണ്ടിരിക്കണോ നില? നിത്യ,